നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുക്കളയിൽ എന്നും പണിയെടുക്കുന്ന വീട്ടമ്മമാരാണല്ലോ. അപ്പോൾ നമ്മൾ വളരെ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഇരിക്കും കേട്ടോ. ഒരുപാട് ടൈമും നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഡെയിലി തേങ്ങ ചിരവുന്നോലാണ്. നമ്മൾ കേരളക്കാർക്ക് തേങ്ങ ഇല്ലാതെ പറ്റൂല. അധികം ഡെയിലി ഒരു മുറി തേങ്ങയെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കേണ്ടി വരും. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞ ആവശ്യം നമുക്ക് ഉണ്ടാവുള്ളൂ തേങ്ങനെ കൊണ്ട്. അപ്പോൾ ആ തേങ്ങ പൊട്ടിച്ച് കുറഞ്ഞ ആവശ്യം മാത്രം നടത്തിയിട്ട് ബാക്കി അവിടെ തന്നെ വെക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആവശ്യം വരുമ്പോൾ വീണ്ടും ചിരവും. അങ്ങനെ കാണില്ലേ. പക്ഷേ നമ്മൾ ചിരവുമ്പോൾ ആ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരവിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ടൈമും ലാഭമാണ്. അതേപോലെ തന്നെ തിരക്കിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ തേങ്ങ ചിരവാതെയും പൊളിക്കാതെയും ഒക്കെ പറ്റും. ഇന്നിപ്പോൾ ഓട്ടടൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ തലേന്ന് തന്നെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ പിറ്റേന്ന് രാവിലെ അതിൽ കുറച്ച് ചോറും കൂട്ടിയെടുത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഫൈനായിട്ടുള്ള ഇത്തിരി തരിയുണ്ട്. പിന്നെ അത് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ആവശ്യത്തിന് കുറഞ്ഞ ആവശ്യമുള്ളൂ നമുക്ക് തേങ്ങക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ചിരവി ഏതായാലും മുഴുവനായിട്ട് ചിരവിയതാണ് കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട്. അപ്പോൾ ഇനി അടുത്തൊരു ഈ തേങ്ങൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് ചിരവാനും പോകണ്ട, തേങ്ങ പൊട്ടിക്കാനൊന്നും പോകണ്ട, ഇതന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ പിറ്റേന്ന് നമുക്ക് രാവിലെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ തേങ്ങ എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ തിരക്കിട്ട് പണിയെടുക്കാമല്ലോ. നമുക്ക് രാവിലെ ഒരു 10 മിനിറ്റ് നമുക്ക് ലാഭം കിട്ടണം, അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു ടൈമാണ് രാവിലെ. അപ്പോൾ അന്നേക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതേപോലെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ കുറച്ച് വാങ്ങാതെ ഒരു 200 250 വാങ്ങുക. 250 ഒക്കെ വാങ്ങിയാലും ഒരുപാട് കാലത്തേക്കൊന്നും ഉണ്ടാവില്ല. ഞാനൊരു മിനിമം ഒരു വെയിറ്റ് പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അത്യാവശ്യം തന്നെയാണ് കേട്ടോ. കുറച്ചധികം തന്നെ വേണം എല്ലാത്തിലേക്കും. അപ്പോൾ ഞാൻ വേഗം അതേപോലെ ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പണി എടുക്കുന്ന സമയത്ത് ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ പലഹാരം ഉണ്ടാക്കുമല്ലോ രാവിലെ, ഓട്ടട ആയാലും പുട്ടായാലും. അങ്ങനെ വലിയ ചൊറിഞ്ഞൊരു പണിയാണല്ലോ ഇതൊക്കെ, ഈ ഓട്ടട ഇടൽ ദോശ ഇടലൊക്കെ. ആ ഒരു സമയത്ത് നമുക്ക് ബോറടിക്കാതെക്കാൻ അവിടെ തന്നെ അതിന് മുന്നിൽ തന്നെ നിൽക്കണമല്ലോ. ആ സമയത്ത് നമുക്ക് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് ബോക്സിലാക്കി എടുത്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ TV കാണുന്ന പോലാണെങ്കിൽ ആ ഒരു സമയത്ത് അത് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ ഈ ഓരോ ഓട്ടടയിലേക്ക് ചുവന്നുള്ളി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേശ്ശായിട്ട് ആ ഓട്ടടച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് ചൂടാവണം കേട്ടോ. ചൂടായാൽ തന്നെയുള്ളൂ അത് നമുക്കൊന്ന് ഇളക്കി പോരുകയുള്ളൂ ലാസ്റ്റ് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചൂടായിട്ട് ഞാൻ കുറേശ്ശെ ഒരു കയ്യിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ മൂടി വെക്കുക, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ മാതിരി അങ്ങനെ തന്നെ ഓട്ടട ചുടലില്ല കേട്ടോ. മോളെ വ്യാപാരക്ക് ഇത് ഇത്ര വലിയൊരു ഇഷ്ടമില്ല അത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ നല്ല എളുപ്പമാണോ നിങ്ങൾക്ക് ഇത് ചുടാനെന്ന്. അപ്പോൾ എന്നും കൊടുക്കും. അത് പാകം പോലും വന്നതിൻ്റെ ശേഷം ആകെ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം വ്യാപാരം ചോദിച്ചു, നിങ്ങൾക്ക് എളുപ്പമാണോ അത് ഉണ്ടാക്കാനെന്ന്. എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ എല്ലാം മീൻ മുളകിട്ടതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ചിക്കനായാലും ബീഫായാലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ തൊലി കളഞ്ഞതാ ഈ സമയത്താണ് കേട്ടോ. ഞാൻ പകുതിയോളം തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാക്കി കഴിയുമ്പോൾ പിന്നെ ബാക്കി ഒരു ഫ്രീ ടൈം കിട്ടിയപ്പം കൂടിയാണ് അങ്ങനെ ഞാൻ മുഴുവനാക്കിയത്. ഇതേപോലെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വേണമെങ്കിൽ എടുത്ത് വെക്കുക. പിന്നെ ഈ പച്ചമുളകിൻ്റെ ഞെട്ടി അടർത്തി മാറ്റി ഈ ബോക്സിലാക്കി വെക്കുക. കറിവേപ്പിൻ്റെ തണ്ട് അടർത്തി മാറ്റി വെക്കുക. അങ്ങനെ ഒരുവിധ പണികളൊക്കെ നമുക്ക് ഈ ഫ്രീ ടൈമിൽ ചെയ്ത് വെക്കാം കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. പുറത്ത് പെയ്യുന്നത് 2-3 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. എന്തൊക്കെയോ ദുരന്തങ്ങളും കേൾക്കുന്നുമുണ്ട്. മഴ തകർത്ത് പെയ്താൽ അങ്ങനത്തെ ഒക്കെ ദോഷങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഓട്ടട അതേപോലെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിരിക്കും. നമ്മുടെ ഒരു ദേശീയ ഭക്ഷണമാണല്ലേ അത്. കോഴിക്കോട് ഇത് മെയിനാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ മലപ്പുറത്തും ഉണ്ട്. പിന്നെ ശീയപ്പല്ലേ, അത് ഞങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാക്കലില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വർക്ക് ഏരിയ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് കേട്ടോ. അടുക്കള പെട്ടെന്ന് ക്ലീൻ ആവും. ഞാൻ പാത്രം കഴുകാനുള്ളതൊക്കെ ഇവിടേക്ക് കൊണ്ടുപോയിട്ടിട്ട് അവിടെ അടുക്കള അങ്ങോട്ട് ക്ലീൻ ആകും. എന്നിട്ടാണ് പാത്രം കഴുകാൻ വരിക കേട്ടോ. നല്ല മടിയാണ് കേട്ടോ എനിക്ക് ആദ്യമൊക്കെ പാത്രം കഴുകാനായിട്ട്. ഇപ്പോൾ ഒരു മടിയില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് ഇപ്പോൾ പാത്രം കഴുകാൻ. അങ്ങനെ നമ്മൾ മടിയുള്ള പണീനെ സ്നേഹിക്കണമെങ്കിൽ തന്നെയുള്ളൂ നമുക്ക് മടിയില്ലാതാവുക എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. അങ്ങനെ ആട്ടോ എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടോന്നേ, ആ ഒരു പാത്രം കഴുകിയിട്ട് നമ്മൾ ആ സിങ്ക് വൃത്തിയാക്കിയിട്ട് പോകുമല്ലോ. അങ്ങനെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മളല്ല വേറെ ആരെങ്കിലും ആ ഒരു സിങ്കിലേക്ക് പാത്രം കൊണ്ടുവരികയാണെങ്കിൽ ഒരു കാരണവശാലും ആ പാത്രം ആ സിങ്കിലിടൂല. അങ്ങനെ ക്ലീനായി കിടക്കുന്ന സിങ്ക് കണ്ടാൽ
വേറെ ആർക്കും അതിൽ വേറെ അഴുക്ക് പാത്രങ്ങൾ ഇട്ട് പോകാൻ തോന്നൂല കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ മീൻ മുറിക്കുമ്പോൾ ഞാൻ എത്രയോ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാലും ഞാനൊരു ടിപ്പായിട്ട് കാണിക്കുന്നതിനോട് കാണിക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടത്. നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മത്തിയൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കില്ല, നമ്മൾ സോപ്പിട്ട് കഴിക്കാലൊന്നും പോകില്ല. പിന്നെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് കഴുകണം. പേസ്റ്റ് പിന്നെ നമുക്ക് പൈസ നഷ്ടമാണല്ലോ. ഇപ്പോൾ അതാ നമ്മുടെ ഈ ഒരു അരി കഴുകിയ വെള്ളം ഞാൻ ഫസ്റ്റ് തന്നെ ചോറ് നമ്മളെന്തായാലും ഡെയിലി ചോറ് വെക്കും, ഡെയിലി മീൻ മുറിക്കും. അപ്പോൾ ആ അരി കഴുകി ഇടുമ്പോൾ തന്നെ ആ വെള്ളം മാറ്റി വെച്ചാൽ മീനിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് കഴിയാൽ പിന്നെ അതേപോലെ തിരുമ്പാനുള്ളത് ഒരു കാരണവശാലും കൂട്ടിയിടരുത്. ഏത് സമയത്താണ് വെള്ളം ഇല്ലാതാവുക, കറണ്ട് ഇല്ലാതാവുക ഒന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മളിങ്ങനെ മെഷീനിൽ അലക്കുന്ന പോലാണെങ്കിൽ കേട്ടോ. അടുത്തത് നമ്മളെപ്പോഴും ഫ്രിഡ്ജിൽ പാല്, തൈര് ഒക്കെ കൊണ്ടുപോയി വെക്കുമല്ലോ, കോഴിമുട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പേ ഈ വാങ്ങി കൊണ്ടുപോകുന്ന പാടന്നെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ. കാരണം ഈ തൈരും പാലും ഒക്കെ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. അവിടെയും ഇവിടെയും നിലത്തും അഴുക്കുള്ളോടത്തൊക്കെ ആയിരിക്കുമല്ലോ ഇടുക. അത് നേരെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ ഫുഡൊക്കെ വെക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കഴുകാതെ ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. ഈ പാലും തൈരൊക്കെ ഡെയിലി നമുക്ക് പുറത്ത് വെക്കാൻ എന്തായാലും പറ്റൂലല്ലോ. പിന്നെ അതേപോലെ തന്നെ കോഴിമുട്ട കൊണ്ടുവന്നാൽ നല്ല ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഞാൻ അഥവാ ക്ലീൻ ആക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ വിട്ടുപോവുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കൂല കേട്ടോ, പുറത്ത് തന്നെയാണ് വെക്കുക. അടുത്തത് നമ്മളെല്ലാവരുടെ വീട്ടിലും ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട്. കഴിയുന്നതും നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ അത് പരത്തി വെക്കാതൊക്കെയാണ് നല്ലത്. ഉപയോഗം കഴിഞ്ഞാൽ ഏതാ സ്ഥാനത്ത് അത് എവിടെയാണോ വെക്കുന്നത് പെട്ടെന്ന് കാണാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. അതിങ്ങനെ നിറഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. പിന്നെ അതേപോലെ നമ്മൾ എടുക്കുന്ന ഈ ഒരു മിക്സി ആയാലും മറ്റുള്ള എന്തായാലും അത് ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് വെക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ മിക്സിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും വെള്ളമോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, തെറിക്കുന്നതൊക്കെ ഉണ്ടാവും. അത് നല്ലോണം തുടച്ചിട്ട് ആ വയറ് വരെ തുടയ്ക്കണം കേട്ടോ. കോട് വയറുണ്ടല്ലോ അത് വരെ തുടച്ചിട്ട് നല്ല സ്ഥലത്തേക്ക് എടുത്തേക്കുക. ഞാൻ ആ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ എടുത്ത് വെക്കൽ. പിന്നെ അതേപോലെ ഈ കൗണ്ടർ ടോപ്പ് അത് പിന്നെ പറയണ്ടല്ലോ. ഇപ്പം മഴക്കാലത്ത് നല്ലോണം പ്രാണികളും ഈച്ചല്ല കേട്ടോ. ഈച്ചയുടെ ശല്യം ഭാഗ്യത്തിന് ഇപ്പം ഇല്ല. ഈ ചെറിയ പ്രാണികളുണ്ട്, കൊത്തളങ്ങ എന്നിട്ട് നമ്മൾ പറയുക. ആ ഒരു പ്രാണി നനഞ്ഞാൽ അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും ഉണക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പണി കഴിഞ്ഞ ഉടനെ തന്നെ തുടയ്ക്കുക. പണി കഴിഞ്ഞ ഉടനെ നല്ല വെള്ളം എപ്പോഴാണോ ഉറ്റുന്ന ആ സമയത്തൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം ഒന്നും തുടക്കുകയാണെങ്കിൽ അവിടെ പ്രാണിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും അതിന് ശല്യം ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ അതാ ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ നല്ല സ്മെല്ലുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ. ഇത് ഈ പുൽത്തൈലാണ്, പുൽത്തൈലത്തിൻ്റെ ഒരു സ്പ്രേ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ല, വീട്ടിലേക്ക് വരുന്ന ആ ഒരു കുട്ടിയോട് വാങ്ങിയതാണ്. ഇത് നല്ലതാണ് കേട്ടോ. പല്ലിൻ്റെ ഇത് പോവാനും പല്ലിക്കാട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പല്ലി വരൂല ആ സ്മെല്ല് കേട്ടാൽ. ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഞാൻ അതേപോലെ കൗണ്ടർ ടോപ്പിൻ്റെ മേലൊക്കെ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കും. നനവുള്ള സ്ഥലത്തൊക്കെ ഞാൻ അത് ചെയ്ത് കൊടുക്കും. കാരണം അതിൽ പ്രാണി ഉണ്ടാവില്ല, നല്ലൊരു സ്മെല്ലുമാണ്, പ്രാണി ഉണ്ടാവില്ല. നമുക്കിപ്പോൾ പ്രാണി ഇല്ലാതൊക്കെ അല്ലേ നല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പണി കഴിഞ്ഞ പാടെ തന്നെ ഗ്യാസ് സ്റ്റവ്. അപ്പോൾ രാവിലത്തെ കുക്കിംഗ് പണി കഴിഞ്ഞതിൻ്റെ ശേഷമല്ല കേട്ടോ, ഞാൻ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് തുടച്ചെടുക്കുക. രാവിലെ തന്നെ നമ്മൾ അഴുക്കുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കും. പിന്നെ കുറേ ആകുമ്പോൾ ഇതാണല്ലോ, ഇതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉറ്റയൊക്കെ തിളച്ച് തൂവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാടാവാൻ കാത്തിക്കില്ല. പിന്നെ ഒന്നായിട്ട് ഡീപ്പ് ക്ലീനിങ് ഇതേപോലെ നല്ല രീതിയിൽ നനച്ച് വൃത്തിയായിട്ട് തുടയ്ക്കൽ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അത് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ പക്ഷേ വേറെ ഒരു പ്രശ്നമുണ്ട്, അതിലേക്ക് പിന്നെ വേറെ ആരെങ്കിലും ഇവിടെ അഴുക്കാക്കുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം പിടിക്കും കേട്ടോ. ഈ പാത്രം സിങ്ക് കൊണ്ടുപോയിട്ടാലൊക്കെ ഞാൻ ഇവിടുന്ന് അല്ല കേട്ടോ, അധികം പുറത്തുനിന്നാണ് കഴുകൽ. പിന്നെ കഷ്ടകാലത്തിന് പൈപ്പിലെ വെള്ളം തീരും കേട്ടോ. വാട്ടർ അതോറിറ്റീൻ്റെ കണക്ഷനും കൂടി ഉണ്ട്. അതിപ്പോൾ മഴ ആയിട്ട് വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ടാണോ എന്താണെന്നറിയില്ല, അത് ഇടയ്ക്കിടയ്ക്ക് അതിനൊരു കട്ടാവലാണ്. അപ്പോൾ നമ്മുടെ ബേബി ചേച്ചിയുള്ള സമയത്ത്, ഞാൻ ബേബി എന്നാട്ടോ വിളിക്കൽ. അപ്പോൾ അവളുള്ള സമയത്ത് പിന്നെ കുറേ ദിവസം നമ്മൾ വെള്ളത്തിന് കാത്തിക്കലേനി. അപ്പോൾ അത്രയും കാത്തുന്നൊരു സമയം ഇപ്പോൾ മോള് പ്രസവിച്ച ഈ ഒരു സമയമാണ് കേട്ടോ വെള്ളത്തിന്. അല്ലെങ്കിൽ നമുക്ക് കിണറിലെ വെള്ളം ഉള്ളതിന് പറ്റാത്ത കിണറായതുകൊണ്ട് അൽഹംദുലില്ലാ വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഈ ഒരു പൈപ്പിലെ വെള്ളം പുറത്തേക്ക് ഞാൻ പുറത്തത്തെ ആ സിങ്കിലേക്ക് നമ്മളെ വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ടേബിളൊക്കെ അതേപോലെ ആ ഒരു സ്പ്രേ വെച്ചാൽ പ്രാണിയൊന്നും വരില്ല കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ദേഷ്യം പിടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫോണിൻ്റെ വയറ്. എവിടെ തിരിഞ്ഞാലും അടുക്കളയിലും ആത്തും റൂമിലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫോണിൻ്റെ വയറ്. ഇപ്പോൾ ഒരു വീട്ടിൽ 5-6 ഫോണല്ലേ, അപ്പോൾ 5-6 വയറും ഉണ്ടാവും. വയറല്ല, ചാർജർ.
അപ്പോൾ അത് മാറ്റി അത് എടുത്ത് വെക്കുക, പിന്നെയും വലിയ കുത്ത തന്നെയാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും കേട്ടോ. ഞാനെപ്പോഴും എനിക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ്. നമ്മൾ അടുക്കളക്കായാലും വീട്ടിനേത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം അത് ഊരി മടക്കി വെച്ചതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ പാത്രങ്ങളും തുണികളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ വാരി വലിച്ചിടുമ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാനായിട്ട്. പിന്നെ അതാ കിച്ചണിൽ ഈ പാത്രങ്ങൾ നമ്മൾ ഒരുപാട് പാത്രങ്ങളാവുമ്പം അതും ഒരു ഇതാണ് കേട്ടോ. ഇപ്പോൾ കുറേ പാത്രങ്ങൾ ഇവിടെ നിരന്നിക്കണം. കാരണം ഇവിടെ നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളു, നമ്മൾ അംഗസംഖ്യയൊക്കെ കൂടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഉള്ള പാത്രങ്ങൾ ഫുള്ളും പുറത്താണ് കേട്ടോ. ഉള്ളോട്ട് എടുത്ത് വെച്ചാൽ ഞാനൊക്കെ ആയ സമയത്ത് കുറേ പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പാത്രങ്ങൾ കഴിയുന്നതും മിനിമലൈസ് ചെയ്യുക, ആളുകൾ കുറവുള്ള കൊടുത്തിട്ടോ, അല്ലാത്തവർക്ക് അപ്പോൾ അത് പറ്റൂലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങളാകുമ്പോൾ അത് കുറച്ച് കഴിയാനും മതി. ഇത് ഉള്ളത് മുഴുവൻ പരത്തിയെടുക്കും ചെയ്യും, പാത്രം കഴുകാനും നമുക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ മടിയുള്ളവർക്കൊക്കെയാണ് പ്രത്യേകിച്ച് കുന്നുകൂടിക്കൂട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് ഏരിയ ഭയങ്കര യൂസായിട്ടോ അപ്പോൾ അത്. അപ്പോൾ എനിക്കിപ്പോൾ വലിയ ഓർഡറുകളൊന്നും വരലില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വരലില്ല. അപ്പോൾ അതാ ഈ ഒരു വർക്ക് ഏരിയ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവിടെ പാത്രം കഴുകണത്. കാരണം എന്താ വെച്ചാൽ പുറത്തോട്ട് നോക്കി നല്ല വെളിച്ചവും കാറ്റൊക്കെ കൊണ്ട് ചെടീൻ്റെ അതും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പാത്രം കഴുകാമല്ലോ, ബോറടിക്കൂല എന്തായാലും. ഇപ്പോൾ പുറത്തുനിന്ന് കഴുകണമല്ലോ കുഞ്ഞു ബേബിൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മഴേൻ്റെ ചോർച്ചക്കാണ് കേട്ടോ പുറത്തുനിന്നൊക്കെ തിരുമ്പി പിന്നെ ഞാനിത് ഈ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കുക ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ, മോൻ്റെ ഡെയിലി ആവശ്യമുള്ള സംഭവം തന്നെയാണല്ലോ. ഇത്രയും ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ പണിയൊക്കെ എളുപ്പമാവും. പിന്നെ അതേപോലെ നമ്മൾ അടുക്കള എപ്പോഴും ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.